ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് മുട്ട യൂസ് ചെയ്യാതെ ചെയ്യാൻ പറ്റിയിട്ടുള്ള 3 ഫ്ലേവറിൽ വരുന്ന മയണൈസിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം വൈറ്റ് കളറിലുള്ള മയണൈസാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ അതിൽ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളിയും ഒരു 1/4 കപ്പ് ഓയിലും അതേപോലെ ഒരു 2 ടേബിൾ സ്പൂണ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാല് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ആക്കി കൊടുക്കാം. അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിലും ലൂസാകണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി പാല് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒന്നുകൂടി പാല് ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പാല് നോക്കിയിട്ട് എത്ര ലൂസ് വേണോ അത്രയും ആക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു മയണൈസിന് മുട്ട ചേർത്ത് ഉണ്ടാക്കുന്ന മയണൈസിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് റെഡ് കളറിലുള്ള മയണൈസ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതും ഇതേപോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഉരുളക്കിഴങ്ങും വെളുത്തുള്ളിയും ഓയിലും പാലും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചില്ലി ഫ്ലേക്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് ഉണക്കമുളക് എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയ ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഗ്രീൻ കളറിലുള്ള മയണൈസ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതേപോലെ വെളുത്തുള്ളിയും പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 പുതിന ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് ഓയിലും ഒരു 2 ടേബിൾ സ്പൂൺ പാലും പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് ലൂസ് നോക്കിയിട്ട് പാല് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ഒരു ചെറിയ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ആദ്യം ചേർക്കാൻ മറന്നുപോയതാണ്. അപ്പം എരിവ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ മുട്ട ചേർത്ത് ഉണ്ടാക്കുന്ന മയണൈസിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ് ഈ മയണൈസിനൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് ഒന്നുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. മുട്ട ചേർത്ത് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി അധികം ഓയിലൊക്കെ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.